ഹലോ. അപ്പോൾ അതേ നമ്മുടെ പനിനീർ റോസ് കണ്ടോ, ഇത് ടെറസിലുണ്ടായിരുന്നതാണ്. ഞാനിത് പറിക്കാൻ കയറിയ സമയത്ത് ഫോണില്ലാതെ പോയത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. നല്ല മണമാണ്. ഒരു 7-8 പൂവുണ്ടായിരുന്നു ഒരു കൊലയിൽ. ഞാൻ അതിൽ നിന്ന് 4 ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. നമുക്കിന്ന് ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് ചട്നി ആക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി. നമുക്ക് ഈ പെറ്റലെല്ലാം എടുത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് ചട്നിക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതേ പെറ്റലെല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഉപ്പും കൂടി ചേർത്ത് ഞാൻ അരച്ചുകൊണ്ട് വരാവേ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നത് ഒരു സൈഡിൽ ബീഫ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് ചട്ടിക്കുള്ളത് വെച്ചേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്ത് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ പെറ്റലും കൂടി ചേർത്ത് അരച്ച തേങ്ങക്കൂട്ട്, അതായത് ചുമന്നുള്ളി, കാന്താരി, റോസ് ഫ്ലവർ പെറ്റൽ, തേങ്ങ എല്ലാം കൂടി ചേർത്ത് അരച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതേ മിക്സിയുടെ ജാറും കൂടി കഴുകി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം. ദോശയ്ക്കുള്ള ചട്നി അത് തിളയ്ക്കണ്ട, തിളച്ചാൽ പിരിഞ്ഞു പോകും. ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇളക്കി നല്ല ചൂടാക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഞാൻ അരയ്ക്കാൻ നേരം ഉപ്പ് ചേർത്ത് അരച്ചത്, എന്നാലും ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ചട്നിക്ക് ഒരുപാട് ലൂസാകുകയും വേണ്ട, എന്നാൽ കട്ടിക്കിരിക്കുകയും വേണ്ട. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് ഇച്ചിരൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു പരുവത്തിന് മതി. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിരുന്നു. ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ പിടുത്തവും ഇത് ചെയ്യലും ഒരുമിച്ചായതുകൊണ്ടാണ് ചിലതൊക്കെ വിട്ടുപോകുന്നത്. ഉപ്പ് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായി കാണുമല്ലോ. റോസ് പെറ്റൽ കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നു. ഇതിന് മുന്നേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ചട്നി ഏകദേശം നല്ലോണം ചൂടായിട്ടുണ്ട്. ആവിയൊക്കെ പറക്കുന്നുണ്ട്, പക്ഷെ ആവി എന്തോ വീഡിയോയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തിളയ്ക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഈ സമയത്ത് അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഈ ദോശയും കൂട്ടി കഴിക്കാം. ആച്ചു, ഇന്നത്തെ ചട്നിക്കൊരു പ്രത്യേകതയുണ്ട്.
എന്തുവാണെന്നറിയാമോ? അറിയത്തില്ലേ? ഇത് റോസ് പെറ്റൽ ചേർത്ത് അരച്ച ചട്നിയാണേ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആച്ചുവിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് അഭിപ്രായം. ആച്ചു സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.